നമ്മൾ ട്രാവലിസ്റ്റ ഫാമിലി അടുത്ത വേൾഡ് വണ്ടർ കാണാൻ പോവാ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗർത്തങ്ങളൊന്നായിട്ടുള്ള ദ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് കാനിയോൺ കാണാനായിട്ട് നമ്മൾ അമേരിക്കയിലെ അരിസോണ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ വന്നിരിക്കണം. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര പീക്ക് എപ്പിസോഡാണ്. നമ്മുടെ ഈ അമേരിക്കൻ യാത്രയിലെ ചരിത്രപരമായിട്ടും ജിയോഗ്രഫിക്കലും ഒരുപാട് പ്രത്യേകതകളുള്ള ആ വേൾഡ് വണ്ടറിൽ കാണാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇന്നലെ നമ്മുടെ മാക്ഡോണൽസിൻ്റെ അവിടെ കിടന്ന് എണീറ്റ് നമ്മൾ രാവിലെ പമ്പിൽ വന്ന് പമ്പിൽ നിന്ന് വന്നൊരു ചായ കുടിച്ച് ദി ഗ്രേറ്റ് ഗ്രാൻഡ് കാനിയോൺ കാണാൻ പോവാം. നമ്മൾ ഗ്രാൻഡ് കാനിയോൺ കാണാൻ പോകുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഹെലികോപ്റ്ററിലാണ് കാണാൻ പോണത്. ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അത് കാണുമ്പോൾ അതിന് മുകളിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഡ്രോൺ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഇവിടെ ഡ്രോൺ ഒരിക്കലും പുറത്തേക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആകാശത്ത് നിന്നിട്ട് ഈ ലോകാത്ഭുതത്തെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒപ്പം നിങ്ങളെയും കാണിക്കാം, ആകാശത്ത് നിന്നും കാണിക്കാം, ഭൂമിയിൽ ഇറങ്ങിയിട്ടും കാണിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പവറാക്കാനുള്ള പരിപാടിയാണ്. തണുത്ത് മരവിക്കാണ് നമ്മളിവിടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിപ്പോൾ ഇരിക്കും. നമ്മൾ ഒന്നുകൂടി ഒരു കാപ്പി എടുത്തിട്ട് പോവാം. നമുക്ക് 9:30 നമ്മുടെ ഹെലികോപ്റ്റർ ഗ്രാൻഡ് കാനിയോണിന്റെ മുകളിൽ കൂടെ പറക്കണത്. ഏകദേശം $250 ഈ ടിക്കറ്റിന്റെ ചെലവ് വരുന്നത്. വേറൊരു വകുപ്പില്ല, ഇതാണ് ഏറ്റവും അൾട്ടിമേറ്റ് വ്യൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് ആ ഒരു ഹെലികോപ്റ്റർ റൈഡ് എടുത്തേട്ടാ. എന്തായാലും കപ്പിത്താൻ ഇത്രയ്ക്കും -ഡിഗ്രിയിലൊക്കെ നമ്മളെ ആഴ്ത്തടിക്കുന്ന സ്റ്റാർട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇതൊക്കെ ഫുൾ പവറാണ്. നമുക്കൊരു കാപ്പി എടുക്കാം. അപ്പോൾ നമുക്ക് പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു കാപ്പി എടുക്കാട്ടാ. ഭയങ്കര തണുപ്പാട്ട പുറത്ത്. ഹലോ, ഗുഡ് മോർണിംഗ്. 3 ബ്ലെൻഡിങ് ഉണ്ട്. ഒന്ന് ആർട്ടിസൻ ഉണ്ട്, പിന്നെ മെക്സിക്കൻ കോഫി ഉണ്ട്. ഗ്രാൻഡ് കാനിയോൺ തന്നെ പിടിക്കാം. ഗ്രാൻഡ് കാനിയോണിൽ വന്നിട്ട് നമ്മൾ ഗ്രാൻഡ് കാനിയോൺ ബ്ലെൻഡ് കഴിച്ചില്ലെങ്കിൽ എന്തൊരു കാര്യം താനിപ്പോൾ. ഇന്നിപ്പോൾ രണ്ടാമത്തെ കാപ്പി കേട്ടോ. കാപ്പിക്കൊക്കെ $2 റേഞ്ച്, 2 ചിലർക്ക് റേറ്റ്. പക്ഷേ കാപ്പി പിടിക്കാണ്ടേ പിടിച്ചിക്കാൻ പറ്റണില്ല. നമുക്ക് ഒരു മധുരം ഇടാം. കുറേ സോവിനേഴ്സ് ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് കാനിയോണിനൊക്കെ പറ്റിയിട്ടുള്ള സോവിനേഴ്സ് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ മേടിക്കാം. ഐസിൽ പൊതിഞ്ഞാൽ ഗ്രാൻഡ് കാനിയോൺ കാണാൻ ഭംഗിയെന്ന് തന്നെ പറയണം കേട്ടോ. നമുക്ക് ചിലപ്പോൾ രാവിലെ ആയാലും ഐസ് കിട്ടാതില്ല കേട്ടോ. ഗ്രാൻഡ് കാനിയോൺ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച വരാൻ പോകണ്ട. ഇവിടുത്തെ ഹമ്മർ ടൂറിൻ്റെ വണ്ടിയിൽ നമ്മൾ കണ്ടിട്ടോ. നോക്കിയാൽ ഇതിൽ നമ്മൾ ഗ്രാൻഡ് കാനിയോണിൻ്റെ കുറേ ഭാഗങ്ങളിലേക്ക് ഈ ഹമ്മറിൽ നമുക്ക് യാത്രയായിട്ട് വേണമെങ്കിൽ. പക്ഷെ നമ്മുടെ കപ്പിത്താളപ്പോൾ നമുക്ക് ഹമ്മറൊന്നും വേണ്ട. നമ്മുടെ ചെക്കനോടെ ഫുൾ പവറാണ് കേട്ടോ. ഹലോ, സൗണ്ട് കാണാൻ രസം കേട്ടോ. അപ്പോൾ ഹമ്മർ ഓടിക്കുന്ന അമ്മിച്ചിന് ഹായ്. Hi, good morning. My name is Gigi and this is the vehicle I drive to take people to Grand Canyon. വെൽക്കം ടു ഗ്രാൻഡ് കാനിയോൺ. നമുക്ക് നമ്മുടെ ഹമ്മറിൻ്റെ ഉൾഭാഗം വീതി നോക്കിയാൽ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കമൻറ്റ് ചെയ്തോളൂ. ഒരു ബസ്സിൽ കയറിയിരിക്കുന്ന പോലെ കേട്ടോ വണ്ടി. നോക്കിയാൽ നമുക്ക് അപ്പുറത്തെ സീറ്റ് നോക്കാം. ഇരുമ്പെന്ന് പറഞ്ഞാൽ അടയില്ല കേട്ടോ. അമ്മച്ചിട്ടൊക്കെ വിരലുമൊക്കെ എടുക്കുന്ന കറുപ്പ് വേണ്ട. എന്തിട്ടാ വണ്ടിയില്ലേ, വണ്ടിയിൽ വീതി കണ്ടോ. സാധാരണ നമ്മുടെ വണ്ടിയിൽ വീതി ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ വണ്ടിയിൽ വീതിയാണ് നമ്മൾ കാണുന്നത്. ഹമ്മർ ടൂറും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ടൂറും ഒരുമിച്ചുണ്ട്. പക്ഷെ അതിന് $100 കൂടുതലാണ്. $300 ഓ, പഴയ മോഡലായിട്ട് വണ്ടി. പുതിയ മോഡലൊന്നുമല്ല, പഴയ മോഡൽ വണ്ടിൻ്റെ ഫുള്ള് വലിക്കുന്നതും എയർപോർട്ടൊക്കെ സിസ്റ്റം കണ്ട. ഇതിനെ പറ്റിയിട്ട് വലിയ വിവരങ്ങളൊന്നുമില്ല വണ്ടീനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ചാടിയിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഭയങ്കര വണ്ടിയുണ്ട്. ബാക്ക് ഗ്ലാസ് നോക്കിയ ആൾക്കാരെ കാണാനായിട്ട്. ടയറൊക്കെ നമ്മുടെ സൈസിൻ്റെ, നമ്മുടെ വണ്ടി സൈസുള്ള. എന്തോ ഓടാണെങ്കിൽ സൗണ്ട് അടിപൊളിയാട്ടാ. കറുത്തിട്ട് നല്ലതാ വണ്ടി കണ്ട് പിന്നെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. USA. ഓക്കെ, ഓക്കെ. ഐ ലൈക്ക് യുവർ ഓർണമെന്റ്സ്. വയസ്സായ ആൾക്കാരും പണിയെടുക്കുന്നേട്ടാ. ചെറുപ്പക്കാരേക്കാൾ നന്നായിട്ട് പണിയെടുക്കട്ടവര്. അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ എങ്ങനെ ഇരിക്കുക, ഇവരൊക്കെ ഉഷാറ് ഉള്ളി പോലെ പറക്കണട്ടാ. നമുക്ക് ഇവിടെ നിന്ന് ആകെ 3 മിനിറ്റ് യാത്ര ഉള്ളൂ ഹെലിപാഡിലേക്ക്, അല്ലെങ്കിൽ ചെറിയൊരു എയർപോർട്ട് ഉണ്ട് അവിടേക്ക് പോകാനായിട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഹെലികോപ്റ്റർ പിടിക്കണേട്ടാ. നമ്മുടെ മിലിറ്ററിക്കാരുടെ കൂടെ നമ്മൾ കയറിയെങ്കിലും നിങ്ങളുടെ വിഷ്വലൈസേഷൻ, ഫ്രഞ്ച് മിലിറ്ററി കൂടെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറിയെങ്കിലും വിഷ്വലി വന്നിട്ടില്ല. പക്ഷേ ട്രാവൽസിൽ ഒഫീഷ്യലി ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തുന്നത് ഗ്രാൻഡ് കാനിയോണിന്റെ മുകളിൽ കൂടിയാണ്. ചിന്തിക്കാൻ പറ്റും. നമ്മൾ വിക്ടോറിയ ഫാൾസിന്റെ മുകളിൽ കൂടെ ചെറിയ ഫ്ലൈറ്റ് കൂടെ, അതും ഒരു നാച്ചുറൽ വേൾഡ് വണ്ടറാണ്. അതിന് മുകളിൽ കൂടെ നമ്മൾ ഒരു ചെറിയ ഫ്ലൈറ്റിൽ കൂടെ മറ്റേ ഗ്ലൈഡറിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹെലികോപ്റ്ററിൽ ആദ്യമായിട്ടാണ് എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഞാൻ 4-5 പ്രാവശ്യം വേറെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 5ാമത്തെ ഹെലികോപ്റ്റർ റൈഡ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ടൂറിങ് നടത്താനായിട്ടുള്ള വണ്ടികൾ നമുക്ക് എടുക്കണം കേട്ടോ. ഇത് മെയിൻ ചെറിയൊരു ടൗണാണ്. നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ഈ ടൗണിലേക്ക് ആദ്യം എത്താം. എല്ലാവരും എണീറ്റ് സെറ്റായിട്ട് വരണല്ലോ. സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനാണ് ശരിക്കും ഏറ്റവും നല്ല കേട്ടോ ഗ്രാൻഡ് കാനിയോൺ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ട് നമ്മൾ പോവാട്ടോ.
അപ്പൊ നമ്മള് ഏകദേശം നമ്മുടെ ഗ്രാൻഡ് കാനിയോൺ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കട്ടെ സുഹൃത്തുക്കളെ. നമ്മുടെ ആ വേൾഡ് വണ്ടർ കാണാനായിട്ട് നമ്മള് റെഡി ആയിട്ടിരിക്കട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. വേൾഡ് വണ്ടറിന്റെ കൂടെ ഒരു ഹെലികോപ്റ്റർ യാത്ര അങ്ങനെയുണ്ട്. ഇവിടെ ഫുള്ള് ഹെലികോപ്റ്ററിനായിട്ടാ അവിടെ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട്. പാപ്പിലോൺ എന്ന് പറഞ്ഞ കമ്പനി ത്രൂണ് നമ്മളത് ചെയ്യണട്ടാ. ഇവർക്ക് ലാസ് വേഗാസിലും അതുപോലെ ഗ്രാൻഡ് കാനിയോണിലും സർവീസ് ഉണ്ട്. 5 ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ടാ. നമ്മളൊരു ചെറിയൊരു കുഞ്ഞൊരു എയർപോർട്ടിലേക്ക് ഇതേ കിടക്കട്ടെ. എയർലൈൻ ടൂർസ് ഹെലികോപ്റ്റർ ടൂർസ് ലെഫ്റ്റിലേക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞ എയർപോർട്ട് ഇടാ. അത്യാവശ്യം വലിപ്പണ്ട എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ വണ്ടി കൊണ്ട് കയറണം. അതിനടുത്ത രസം. വന്നിറങ്ങുമ്പോ തന്നെ കാണാം ഹെലികോപ്റ്റേഴ്സ് കാണാട്ടാ. ഞാൻ പലപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് അവസ്ഥ നമുക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണെന്നിട്ടാ. നിങ്ങളോട് സംസാരിക്കണ കാരണമാണോ അതോ വ്ളോഗ് ചെയ്യണത് കൊണ്ടാണോ ഒരു ഐഡിയ ഇല്ല കേട്ടാ. അല്ലാതെ നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഒന്നും നടക്കണേ വേണ്ട. ഫുള്ള് ഹെലികോപ്റ്ററാണ് നിരന്ന് കിടക്കണ്. ഏതിലും നമുക്ക് പോകേണ്ടതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മള് കപ്പിത്താനെ പാർക്ക് ചെയ്തിട്ട് ഹെലിപ്പാഡിന്റെ ഓഫീസിലേക്ക് കയറടാ. ഹെലികോപ്റ്ററിലൊക്കെ നിരന്ന് കിടക്കാട്ടാ. നമ്മൾ ഏത് ഹെലികോപ്റ്ററിലാണ് പോകണമെന്ന് അറിയില്ലടാ. കുറെ ഹെലികോപ്റ്റേഴ്സ് ഇവിടെ പണി നടത്തുന്നുണ്ടാ. ഒരുപാട് ഹെലികോപ്റ്റർ അപകടങ്ങൾ ഈ കെനിയോന്റെ ഉള്ളിൽ ഉണ്ടായെന്ന് പറയണടാ. അപ്പോൾ എന്തായാലും റിസ്ക് എടുത്താലും നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓഫീസ് ഇട്ടാ. നമ്മൾ പോണ ഹെലികോപ്റ്റർ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടാ. അവരെ ലാഷിങ് കഴിച്ച് നമ്മുടെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. N57 എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്റർ നമ്മൾ പറക്കാൻ പോണാട്ടാ. ആ ചരിത്ര യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ പോണത്. ബ്ലോക്ക് ആക്കി വെച്ചേ. നമ്മുടെ പൈലറ്റ് ഉണ്ടാ. പൈലറ്റ് സൂര്യപ്പുള്ള പൈലറ്റാന്ന് വിചാരിച്ചാൽ ഞാൻ ജോലിക്കാരനാന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ട് ചെക്ക് ചെയ്തോട്ടാ. എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെച്ചോളോ. ഇനിയും കുറെ രാജ്യങ്ങൾ പോവാളതാ. അങ്ങനെ നമ്മുടെ ചെക്കിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. ചെക്കിങ്ങിലൊന്നുമില്ല. നമ്മുടെ വേറെ വെള്ളമോ അല്ലെങ്കിൽ വേറെ ഒന്നും കയ്യിൽ കരുതാൻ പാടില്ല. സെൽഫി സ്റ്റിക്ക് പാടില്ല. അപ്പോൾ നമ്മുടെ ഗോപ്രോൻ്റെ സ്റ്റിക്ക് അവിടെ നമ്മൾ ഉരി കൊടുത്തു. പിന്നെ ഒന്നുമില്ല. പിന്നെ ഫുൾ പവറായിട്ട് കയറാൻ പോണ്. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സേഫ്റ്റി ക്ലാസ് ഉണ്ട്. സേഫ്റ്റി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കാനിയോൺ ആയിട്ടുള്ള ഗ്രാൻഡ് കാനിയോൺ കാണാൻ പോവാം. ഇത് നമ്മുടെ 2ാമത്തെ കാനിയോൺ എപ്പിസോഡാണ്. നമ്മൾ ആഫ്രിക്കയിലും നമീബിയയിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കാനിയോൺ കണ്ടിട്ടാണ് ഫിഷ് റിവർ കാനിയോൺ. ഫിഷ് റിവർ കാനിയോണിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. നമ്മൾ ആഫ്രിക്കയിൽ ഫിഷ് റിവർ കാനിയോൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫിഷ് റിവർ കാനിയോണിൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് പോവാ. അപ്പോഴേക്കും ഇവിടെ ഹെലികോപ്റ്ററൊക്കെ റെഡി ആയിട്ട് വരട്ടെ. ഗ്രാൻഡ് കാനിയോണായിട്ട് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ എൻട്രി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ. അപ്പം നമുക്കൊരു വീഡിയോ ഇട്ടുതരാം. വീഡിയോ കണ്ടിട്ട് വേണം പോകണമെന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ സേഫ്റ്റി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് എൻട്രി ചെയ്യാൻ പോട്ടോ. നമ്മൾ ആകാശത്ത് നിന്ന് ഭൂമിയിലത്തെ കാഴ്ച കാണാൻ നല്ലത് ഭൂമിയിലത്തെ കാഴ്ച കണ്ടിട്ട് ആകാശത്തേക്ക് പോകണമെന്നല്ലേ. ഇരുന്നിട്ട് കാലം നീട്ടിയാൽ മതിയല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഗ്രാൻഡ് കാനിയോണിന്റെ അടിഭാഗത്തെ കാഴ്ചകൾ ആദ്യം കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറക്കാം. എന്തായാലും ഹെലികോപ്റ്ററൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണ്. നമ്മള് ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്ക് എൻട്രി ചെയ്യാൻ പോണ്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെലികോപ്റ്റർ റൈഡിലേക്ക് കിടക്കാം. ഹെലികോപ്റ്റർ റൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മള് നേരെ എൻട്രി ചെയ്യാട്ടാ. ഗ്രാൻഡ് കാനിയോൺ നാഷണൽ പാർക്കിലേക്ക് എൻട്രി ആണ്. ഇവിടെ നമ്മള് കഴിഞ്ഞ ദിവസം ആനുവൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു.
ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നാഷണൽ പാർക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആനുവൽ പാസ് $80 എടുക്കണമെന്നാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള പരിപാടി. അല്ലെങ്കിൽ ഓരോ നാഷണൽ പാർക്ക് കയറുമ്പോൾ 25-35 രൂപ, $300-400 നമ്മൾ ഫോറസ്റ്റിലേക്ക് കിടക്കാനായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ റോഡ് ട്രിപ്പൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ പാസ് ആദ്യത്തെ നാഷണൽ പാർക്കിൽ വരുമ്പോൾ തന്നെ ഈ പാസ് എടുക്കുക. ഈ പാസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ നാഷണൽ പാർക്കും നമുക്ക് ഫ്രീ ആണ്. അങ്ങനെ ഈ ആനുവൽ കാർഡ് കാണിച്ചു കൊടുത്തിട്ട് നമ്മളൊരു എൻട്രി ഉണ്ട്, ലോകത്തിലെ ഗ്രേറ്റ് ഗ്രാൻഡ് കാനിയോൺ കാണാനായിട്ടുള്ളൊരു എൻട്രി. ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മള് നാഷണൽ പാർക്കിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന നാഷണൽ പാർക്കാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ അത്ഭുതം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടാ. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് ഇത് പാർക്ക് ചെയ്ത് എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ടാ. എന്നാലും ഗ്രാൻഡ് കാനിയോണിന്റെ ഏറ്റവും നല്ല മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ പറ്റുന്ന പ്രതീക്ഷയിൽ പോകണോട്ടാ. അപ്പോൾ ഇതിന് ഗ്രാൻഡ് കാനിയോൺ വിസിറ്റേഴ്സ് ഉണ്ട്. ഈ സെൻറ്ററിൽ കയറിയിട്ട് വേണം നമുക്ക് ആ പ്രോഗ്രാം കാണാനായിട്ടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഈ ഗ്രാൻഡ് കാനിയോൺ നിൽക്കണേൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണ എത്ര വീട്ടാണ് വീതി, എത്ര നീട്ടാണ് നീളം ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. ഈ എപ്പിസോഡ് ഗ്രാൻഡ് കാനിയോൺ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ നിൽക്കണ പോയിന്റാണ് ഇവിടെ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ട് ആ ഭാഗത്തേക്കൊക്കെ പോണത്. എന്തായാലും ആ ഗ്രേറ്റസ്റ്റ് ഗ്രാൻഡ് കാനിയോൺ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ ഇതാ ഗ്രാൻഡ് കാനിയോണിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നേരത്തെ സുഖമില്ലാത്ത ഒരാൾ വണ്ടിയിൽ കൊണ്ടുപോകണണ്ട. നമ്മൾ ഏത് വണ്ടി കാണാൻ മുമ്പിലില്ലേ വീൽ ചെയറിൽ ഒരാളുണ്ടാവും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരു 4 കോർണർ പോലത്തെ ഒരു കോർണർ വന്നിട്ടാ. അതിന് മുമ്പ് ഗ്രാൻഡ് കാനിയോണിലത്തെ കല്ലുകളൊക്കെ ഒരു ചെറിയ സാമ്പിൾ പോലെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഭൂപ്രകൃതിയിൽ കാണണം, അല്ലെങ്കിൽ ഗ്രാൻഡ് കാനിയോണിൽ കാണുന്ന സിസ്റ്റം നോക്കി. കല്ലുകളൊക്കെ ഇങ്ങനെ കുഞ്ഞാന്നാണ്, അതിനുള്ളിൽ മണ്ണ് മിക്സ് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നണം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴേ സെൻട്രൽ നോക്കിയൊക്കെ ട്രൈബ്സ് കോൾ ദി കാനിയോൺ ഹോം. ഈ കാനിയോൺ ഹോമിൽ വസിക്കുന്ന ട്രൈബുകൾ ഹോപ്പി, സുനി, നവാഹോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ അപ്പാച്ചെ. ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. യുവാപ്പായി, ഹുവാലാപ്പായി, ഹവാസുപ്പായിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. സദേൺ പൈലൂട്ട്, ഹോപ്പി, സുനി, അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കണ അമേരിക്കത്തെ ട്രൈബുകൾ പേരുകൾ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കാനിയോൺ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ കാണാൻ പോവാണ് സുഹൃത്തുക്കളെ. ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരം തന്നെയാണ്, ഒരു രക്ഷയില്ല. ഇനി നിങ്ങൾ കാണാൻ പോണതാണ് ട്രാവൽ സ്റ്റൈൽ അടുത്ത കാഴ്ച വസന്തം. എന്തുട്ടാ സാധനല്ല നോക്കിയാ, എന്താ പൊന്നു ഗർത്തം കണ്ടടിക്ക്. കണ്ടോ രക്ഷയില്ലട്ടാ, വേറെ ലെവല്. കണ്ണെത്താ ദൂരത്തേക്കുള്ള ഗർത്തങ്ങൾ നമ്മൾ കാണണട്ടാ. നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച പോലത്തെ ഒരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ അതൊരു ഭൂമിയുടെ പ്രതിഭാസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിട്ട് നമ്മൾ ഈ കാണുന്നത്, എന്തിട്ട് നമ്മൾ ഈ അനുഭവിക്കുന്നത്. റെഡ് കളറാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. നോക്കിയാൽ യെല്ലോ റെഡ്, ഇതിങ്ങനെ ഒരു തരം മിക്സിങ് കളറാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ കുറേ ഗുഹകൾ കാണാൻ നിങ്ങൾക്ക് കണ്ട. ആ ഗുഹയ്ക്കൊക്കെ ചിലപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കിയ ഗുഹകളാവട്ടാ. നോക്കിയാ ഒരു രക്ഷയില്ലാട്ടാ, നോക്കിയതേണ്ടാ. ഇതിൻ്റെ വേറെ തരത്തിലുള്ള വിഷ്വൽസിന് നമ്മളിനി ഹെലികോപ്റ്ററിൽ കാണുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ മാക്സിമം നമുക്ക് എടുക്കണം. നോക്കിയാൽ ഇതൊരു വാക്ക് ത്രൂ ആണ്. കാനിയോണിൻ്റെ സൈഡ് നമ്മൾ വിക്ടോറിയ ഫോൾസ് പോലെ കിടന്നിട്ട് പെയ്യുമ്പോൾ ഒരു വാക്ക് ത്രൂ ആണല്ലോ. ആ വാക്ക് ത്രൂ പോലത്തെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കർത്തങ്ങളൊന്നായിട്ടുള്ള ഗ്രാൻഡ് കാനിയോൺ നമ്മൾ കാണാട്ടാ. കാലും കൈയൊക്കെ തരിക്കിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കണമൊക്കെ. അങ്ങനെ നമ്മൾ ആ വാക്ക് ത്രൂ കൂടെ ഗ്രാൻഡ് കാനിയോൺ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. വേറെ വേൾഡിലേക്കാണ് നമ്മൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാൻ പോണത്. എന്തായാലും നമുക്ക് ഈ കാഴ്ച വസന്തം ആസ്വദിച്ചു കൊണ്ടിരിക്കട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പടം വരച്ച പോലെ ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോൾ തോന്നണം കേട്ടോ. അഗാധമായ ഗർത്തം. ഈ കാനിയോണിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയണതേ 1 മൈലാണ്. ഏകദേശം 1.6 കിലോമീറ്ററാണ് ഈ ഗ്രാൻഡ് കാനിയോണിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. വിഡ്ത്ത് എന്ന് പറയുന്നത് 18 മൈലാണ്. ഏകദേശം 27 കിലോമീറ്റർ 28 കിലോമീറ്ററാണ് ഈ ഗ്രാൻഡ് കാനിയോണിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇത് പല ഭാഗത്തും നേരത്തെ പറഞ്ഞ പോലെ നദിയിൽ ഒഴുക്കിനനുസരിച്ച് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല പോയിന്റുകൾ ഒന്നായിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇത് കണ്ടോ
ഏതാ സാധനം അല്ലേ നോക്കി നിങ്ങൾ. ഗർത്തത്തിൽ നമ്മുടെ നാട്ടില് അമ്പലങ്ങൾ നിൽക്കണ പോലെ അമ്പലത്തിൽ പോയ പോലെ കുറെ സ്തൂപങ്ങൾ, ഏറ്റവും അവസാനം ഒരു സ്തൂപം, ഒരു മോനെ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം കേട്ടോ. സ്ഥലങ്ങൾ കുറെ കാണാട്ടോ. ചെറിയ പിള്ളേരും ഒക്കെയാണ് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. ഫുള്ള് ഗർത്തങ്ങൾ നമ്മൾ കാണണം. അത് കണ്ട ഇതിൻ്റെ ഭീകരത നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ കാണാൻ പറ്റാട്ടോ. ഇവിടെ നോക്കുമ്പോൾ കാഴ്ച നോക്കി നിങ്ങൾ. ക്ലിഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നോക്കിയേട്ടാ. ഗ്രാൻഡ് കാനിയോൺ ഇങ്ങനെ നല്ല കേട്ടോ. നമ്മൾ ഗ്രാൻഡ് കാനിയോണിനെ പറ്റി പറയുമ്പോഴേ ഇത് പറയാനായിട്ട് മുമ്പ് കൊളറാഡോ റിവറിനെ പറ്റി പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്ലെൻ കാനിയോൺ ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡാം കണ്ടിരുന്നു. അതേ സെയിം സംഭവം നമുക്ക് ഇവിടെയും പറയാനുള്ളത് കൊളറാഡോ റിവർ. കൊളറാഡോ റിവറിൻ്റെ ശക്തിയാണ് നമ്മൾ ഈ കാണുന്ന ഗ്രാൻഡ് കാനിയോൺ ഉണ്ടാവാനായിട്ടുള്ള കാരണം. ആ റിവറിൻ്റെ പ്രകൃതശക്തി എന്നൊക്കെ പറയില്ലേ, ഈ പ്രകൃതശക്തി കുറയ്ക്കാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലെൻ ഡാം പണിത്. 60 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ഒരു നാച്ചുറൽ വണ്ടറാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? അതെ, 6 മില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ട് ശരിക്കും ഈ ഗ്രാൻഡ് കാനിയോണിന്. അതുകൊണ്ട് ഇപ്പൊ ലോകത്തുള്ള ഏത് വണ്ടേഴ്സിനേക്കാളും ഒരു സ്വല്പം മുകളിലാണ് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിഭാസത്തിന്റെ സ്ഥാനം. ആ കൊളറാഡോ റിവറിന്റെ ആ പ്രകൃതശക്തിയുടെ ആ ഒരു റിസൾട്ടാണ് നമ്മൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ വണ്ടർ എന്ന് പറയപ്പെടുന്ന ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഡീപ്പസ്റ്റ് കാനിയോൺ ഇതാന്ന്, പക്ഷേ ഇതല്ല. ഡീപ്പസ്റ്റ് കാനിയോൺ നിൽക്കുന്നത് ടിബറ്റിലാണ് കേട്ടോ. അത് ഏകദേശം 2 മൈൽ ദൂരമാണ്, ഏകദേശം 3.2 കിലോമീറ്ററാണ് ആ കാനിയോണിന്റെ ആഴം വരുന്നത്. പക്ഷേ ബിഗ്ഗസ്റ്റ് ഗ്രാൻഡ് കാനിയോൺ ആണ്, ഗ്രേറ്റസ്റ്റ് ഗ്രാൻഡ് കാനിയോൺ ആണ്. ഈ 60 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ഒഴുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാം, മഴ, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ നമ്മൾ പാറകൾ തമ്മിലുള്ള ബ്ലാസ്റ്റിങ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിവിടെ ഈ കാണുന്ന ഗ്രാൻഡ് കാനിയോൺ. ഈ കാനിയോണിൻ്റെ ഏറ്റവും ഡീപ്പിൽ കൊളറാഡോ റിവർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹെലികോപ്റ്റർ വിഷ്വൽസ് വരുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1.6 കിലോമീറ്ററാണ്, 1 മൈൽ ദൂരമാണ് ഈ ഗ്രാൻഡ് കാനിയോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് കാനിയോണിന്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ 18 മൈലാണ്, 28-29 കിലോമീറ്ററാണ് ഏകദേശ കണക്ക്. പിന്നെ ഈ ഗ്രാൻഡ് കാനിയോൺ പറന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ നീളന്നൊക്കെ എടുക്കുന്നത് 445 കിലോമീറ്ററാണ്. ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ദൂരം എന്ന് പറയില്ലേ, അത്രയ്ക്കും ദൂരമാണ് ഈ ഗ്രാൻഡ് കാനിയോണിന്റെ നീളം എന്ന് പറയുന്നത്. 18 മൈലാണ് ഇതിന് വീതി വരുന്നത്. ശരിക്കും ഇതിനെ നാച്ചുറൽ വണ്ടറിൽ ഉൾപ്പെടുത്താവുന്നതിൽ ഞാൻ കണ്ടിടത്തോളം ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഗ്രാൻഡ് കാനിയോൺ. വേറെ ഒന്നുമില്ല, 60 ലക്ഷം ഒരു ജിയോഗ്രഫിക്കലി ആയാലും ചരിത്രപരമായിട്ടായാലും ഇതിന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു നദി ഒഴുകിയിട്ട് ഇത്രയ്ക്കും വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും. അത് ശരിക്കും ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഒരു സെമി ഡെസേർട്ടിലാണ് ശരിക്കും ഈ ഗ്രാൻഡ് കാനിയോൺ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ആന്റിലോപ്പ് കാനിയോൺ ഡ്രൈ ലാൻഡിൽ നിന്ന് വന്ന് ഇവിടെ എത്താറായപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുൾ പച്ചപ്പ് വന്നു തുടങ്ങിയോ. വലിയ വലിയ മരങ്ങളൊന്നുമല്ല, നമ്മുടെ ഈ പൈൻ മരങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങൾ മാത്രം ഇങ്ങനെ തിങ്ങി നിൽക്കണ ഒരു രംഗം കണ്ടുണ്ടാവും. ആ രംഗം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത്, നമ്മൾ വിക്ടോറിയ ഫോൾസ് പോയില്ലേ, വിക്ടോറിയ ഫോൾസ് പോയപ്പോൾ അതിനോട് ചേർന്നിട്ടും ഈ പറഞ്ഞ പോലെ മരങ്ങൾ, ഒരു അത്ഭുതത്തിന്റെ സൈഡിൽ അല്ലെങ്കിൽ പ്രകൃതി ശക്തികളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 60 ലക്ഷം വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഗ്രാൻഡ് കാനിയോൺ ഇനി ഇതിന്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ 100 വർഷം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ 1 സെന്റിമീറ്റർ ഒക്കെ താഴ്ത്തിക്ക് പോകുന്നു പറയില്ല, അതേപോലത്തെ കേസാണ്. ഈ ഒരു പ്രതിഭാസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന് കണ്ടുപോകണം. ഇനി നമ്മുടെ അടുത്ത ഓരോ ജനറേഷൻ വരുമ്പോഴേക്കും ഇതിന്റെ ആഴം കുറച്ച് താഴ്ത്തിക്ക് വരും. ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണായിട്ട് കണക്റ്റാണ്. നമ്മൾ ഇത്രയ്ക്കും ഫോഴ്സിൽ വരുന്ന കൊളറാഡോ റിവറിന്റെ ആ റിവറിന്റെ ശക്തിയോടൊപ്പം തന്നെ ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഗ്രാൻഡ് കാനിയോൺ ഇങ്ങനെ ആവാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആന്റിലോപ്പ് കാനിയോൺ പോയപ്പോൾ അവിടുത്തെ പാറയുടെ അല്ലെങ്കിൽ അവിടുത്തെ തരിതരായിട്ടുള്ള പാറയുടെ സ്വഭാവം നമ്മൾ കണ്ടിരുന്നു. ആ ഒരു സ്വഭാവം ഈ മണ്ണിലുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം, പ്രകൃതിയുടെ ഒരു പ്രതിഭാസം നമുക്ക് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ലോകത്തിലെ 7 നാച്ചുറൽ വണ്ടറിൽ
ഒരു വണ്ടറും കൂടി നമ്മൾ കണ്ടു. നമ്മൾ ഒരുപാട് വണ്ടേഴ്സ് ഇതിനിടയ്ക്ക് കണ്ടു കഴിഞ്ഞു. നമ്മുടെ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാരണം നമ്മൾ ഒരുപാട് നാച്ചുറൽ വണ്ടറും മെയിൻ വണ്ടേഴ്സും മാൻമെയ്ഡ് വണ്ടേഴ്സും ഒക്കെ നമ്മൾ കണ്ടു. 5 മാൻമെയ്ഡ് വണ്ടേഴ്സ് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് പെട്രയും ചൈന വോളും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ നാച്ചുറൽ വണ്ടേഴ്സ് അത് വേറെ രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ഥിരം ഫാമിലി മെമ്പേഴ്സിന് അറിയാം നമ്മൾ എത്രത്തോളം നാച്ചുറൽ വണ്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്ന കാര്യം. വേറൊരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കേട്ടോ. ഇങ്ങനെ കുറേ വ്യൂ പോയിന്റുകൾ ഉണ്ടോ. നമ്മള് വിക്ടോറിയ ഫാൾസ് നമ്മൾ ഇങ്ങനത്തെ ഓരോ വ്യൂ പോയിന്റ് ഒക്കെ പോയി നിന്ന് ഓർക്കണമെന്ന് വിചാരിക്കുന്നു. ഓ ഇവിടെ നിന്ന് ഇത്തിരി കൂടി നല്ല വിഷ്വലായിട്ടാ നോക്കിയാ കണ്ടോ. ശരി, കൊക്കയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പോയിന്റിലാണ്, കൊക്കയുടെ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, ഒരു ക്ലിഫിന് അടിയിൽ നമ്മളും മണ്ണും മാത്രമായിട്ടുള്ള ബന്ധപ്പെട്ടത്. എന്തുട്ടാ വേൾഡ് അല്ലേ. നമ്മൾ നേരത്തെ വരുമ്പോൾ കുറേ ട്രൈബുകളുടെ പേര് വെച്ചില്ലേ, അതിൽ ഹവായ് സുപ്പായ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്രൈബ് ജീവിക്കുന്നത് ഈ ഗ്രാൻഡ് കനാലിൻ്റെ താഴെയാണ്. അമേരിക്കയിലെ ഈ 48 സ്റ്റേറ്റിൽ, അലാസ്കയിൽ വേറെ ട്രൈബുകളുണ്ട്, ഈ 48 സ്റ്റേറ്റിൽ ഏറ്റവും റിമോട്ടായിട്ട് ജീവിക്കുന്ന ആ ട്രൈബ് ഇരിക്കുന്നത് അടിഭാഗത്തിന് ഹവായ് സുപ്പായി. ഈ ട്രൈബിൻ്റെ രസം എന്താ വെച്ചാൽ ഈ ട്രൈബിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോകണം, അല്ലെങ്കിൽ മ്യൂൾസ്, നമ്മുടെ കുതിരയുടെയും കഴുതയുടെയും സങ്കരനല്ലേ മ്യൂൾസിൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ ഹൈക്ക് ചെയ്ത് പോകണം. ഏകദേശം 8 മൈലോളം 12 കിലോമീറ്ററോളം ഹൈക്ക് ചെയ്ത്, അത് ഡേഞ്ചറസ് ഹൈക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ഹൈക്ക് ചെയ്തിട്ട് വേണം ആ വില്ലേജിലേക്ക് അല്ലെങ്കിൽ ആ ട്രൈബിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. ആ വില്ലേജിൽ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവമാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റില്ല, ഹൈക്ക് ചെയ്ത് പോകാൻ ഡേഞ്ചറാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മ്യൂൾസിൻ്റെ കൂടെ എങ്ങാനും പോകണം. അത് നമുക്ക് നോക്കാം. ആ വില്ലേജിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ആ വില്ലേജിൻ്റെ ഒരു തലവനുണ്ട്. നമ്മളൊരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ, ഒരു മൂപ്പർ എന്ന് പറഞ്ഞ പോലെ ആ വില്ലേജിന് ഒരു തലവനുണ്ട്. ആ തലവനാണ് അവിടെ തീരുമാനിക്കുന്നത് എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ വരണം. ഇനിയിപ്പോൾ ഗവൺമെന്റിന്റെ ആൾക്കാർ അവിടെ ഇറങ്ങണമെങ്കിൽ വരെ ആ മൂപ്പന്റെ പെർമിഷൻ വേണമെന്നാണ് പറയുന്നത്. കുറേ പേര് തെറ്റത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. ഇവിടെ 900 പേരോളം ഒരു വർഷം മരിക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ ആക്സിഡന്റിലും അല്ലെങ്കിൽ ഹൈക്കിങ്ങിലും ഒക്കെ പെട്ടിട്ടാ. അവരവിടെ നിന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്നെ കാല് പറയും, പിന്നെ അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കുക. അപ്പോൾ ഫുള്ള് മിസ്റ്ററികളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ കഥകൾ, നമ്മുടെ പഴയ കഥകളൊക്കെ വായിക്കില്ലേ, അതേപോലെ ഒരുപാട് മിസ്റ്ററികളുണ്ട് ഈ ഗ്രാൻഡ് കനാലിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ലക്ഷം വർഷങ്ങളുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം AD BCയുടെ കഥകൾ നമ്മൾ കേൾക്കാറ്. പക്ഷേ ഇത് ഈ ചരിത്രം ഇരിക്കുന്നതില്ലേ, ട്രാവലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് ചരിത്രമാണ്. 60 ലക്ഷം വർഷങ്ങളുടെ ചരിത്രം. ഈ മലകളുടെ താഴെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. മലകളുടെ താഴെയും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വെള്ളച്ചാട്ടം, നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മനുഷ്യന്മാർ എത്തിപ്പെട്ടത് ഇതിൽ 1/3 ഭാഗത്ത് മാത്രമാണ് മനുഷ്യന്മാർ ഈ ഇത്രയ്ക്കും വലിയ കനയുണ്ട്, അല്ലെങ്കിൽ ഈ 455 കിലോമീറ്റർ നീളമുള്ള ഈ മനയുണ്ട് എല്ലായിടത്തേക്കും എത്തിപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ കൂടിയിട്ട് 1/3 സ്ഥലത്തേക്ക് മാത്രമേ എത്തിപ്പെട്ടിട്ടുള്ളൂ. പിന്നെ പറയണതേ, ഇതിന്റെ ഉള്ളില് ഈ എന്താ പറയാ കനോണ്ട അടിഭാഗത്ത് കുറെ ഗുഹകളുണ്ടെന്ന് പറയണത്. ഈ ഗുഹകളിൽ അത് മാൻമെയ്ഡ് ഗുഹകളാണ്. ഫുൾ മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇത് കുറെ ഗവേഷകർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് കുറെ ഫോസിലുകൾ ഇവിടെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം ചിന്തിക്കാൻ പറ്റിയ ഫോസിൽ എന്ന് പറഞ്ഞാൽ ഡിനോസറിന്റെ ഫോസിലാണ്. പക്ഷെ ഈ ഗ്രാൻഡ് കനോണിന് ഡിനോസറിനേക്കാളും ചരിത്രം ഉണ്ടെന്ന് പറയില്ലേ, അതേപോലെയാണ്. എന്ത് ജീവിയാന്ന് നമ്മൾ പോലും കണ്ടിട്ടില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരുപാട് ജീവികളുടെ ഫോസിലുകൾ ഇവിടെ കണ്ടെത്തി എന്ന് പറയാനാട്ടോ. അങ്ങനെ ഗ്രാൻഡ് കനോൺ, ദ ഗ്രേറ്റ് ഗ്രാൻഡ് കനോൺ ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ നാച്ചുറൽ വണ്ടറാന്ന് നമ്മൾ പറയുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, വേറൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണം. കുറേ പേര് ആ തെറ്റത്തൊക്കെ പോയി നിൽക്കണണ്ട. സംഭവം നിൽക്കണതൊക്കെ നല്ല ഫോട്ടോ ഒക്കെ കിട്ടും. പക്ഷെ ഒന്ന് താഴ്ത്തേക്ക് പോയാണ്ടല്ലോ, ഗർത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മേലെ ഗർത്തം ഇല്ല കേട്ടോ. ഒരു 300 മീറ്റർ ആയാലും താഴ്ത്തേക്ക് കൂട്ടാ. ഒരു സ്ത്രീയെ നിൽക്കണമെന്ന് ആലോചിക്കുമ്പോൾ സംഭവം പ്രൗഡൊക്കെ തോന്നും. പക്ഷെ എന്തൊരു മിസ്സിങ് പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി ബോധക്കുറവ് അറിയില്ല, എമൗണ്ടൊക്കെ ആയിരിക്കും അവിടെ നിൽക്കണ്ടാവട്ടോ. അങ്ങനെയുണ്ട്. നമുക്ക് കാണുമ്പോൾ നമ്മുടെ നെഞ്ചരിക്കുക, ആരെങ്കിലും വീണ് പോകും. നമ്മളെ പറ്റി അവിടെ നിൽക്കുന്ന ആൾ നമ്മളെ നോക്കുമ്പോൾ അങ്ങനെ തന്നെ പറയണ്ടാവട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഇത്തിരി സേഫ് ആയിട്ടുള്ള സ്ഥലത്തിന് നമ്മൾ കയറിയിട്ട് അഭ്യാസം കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു മൊനേര തുമ്പത്താണ് നമ്മൾ നിൽക്കണേന്ന്. പക്ഷെ ഒരു സ്റ്റെപ്പും കൂടി ഇതിൻ്റെ അടിയിലുണ്ടേ. അപ്പം അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇതേണ്ട ആ തുമ്പത്തൊക്കെ ഉണ്ടോ, ആ തുമ്പത്തൊക്കെ പോയി നിൽക്കണമെങ്കിൽ ധൈര്യത്തിനൊപ്പം തന്നെ ഉണ്ടല്ലോ, നമുക്ക് വേറെ സംഭവം വേണം. എന്നാൽ മാത്രമേ അവിടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാല് പറിക്കാട്ടാ. എന്തായാലും സൂപ്പർ കാഴ്ചട്ടാ.
നമുക്ക് ഈ തവണ റോക്കി മൗണ്ടനിൽ പോകാനായിട്ട് സാധിച്ചില്ല. അടുത്ത തവണ നമ്മൾ റോക്കി മൗണ്ടനിൽ കൊളറാഡോ റിവറിൻ്റെ ഉത്ഭവം തേടിയിട്ടുള്ളൊരു യാത്ര നമ്മൾ നടത്തും. അത് ചിലപ്പോൾ വീഡിയോയ്ക്കൊന്നും വേണ്ടിയിട്ടാവില്ല, എൻ്റെ ഒരു സമാധാനത്തിന്. ഈ റിവർ ഇതിനൊക്കെ ഇങ്ങനെ ആക്കിയ റിവറിൻ്റെ തുടക്കം കാണാണ്ട് ഒരു രക്ഷയില്ല. റോക്കി മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ എടുക്കല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ കൊളറാഡോ റിവറിൻ്റെ മൂർച്ച ഉണ്ടല്ലോ, ആ മൂർച്ച എവിടെ നിന്ന് എത്തിയെന്നറിയോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗൾഫ് ഓഫ് കാലിഫോർണിയ വരെ എത്തി, മെക്സിക്കോ. അങ്ങനെ ഈ കൊളറാഡോ റിവർ ഇതൊക്കെ ഇങ്ങനെ തുളഞ്ഞ് പോയി അവിടെ ചെന്ന് അവസാനിക്കുന്നത് ഗൾഫ് ഓഫ് കാലിഫോർണിയയിലാ, മെക്സിക്കോയിലാണ്. കാലിഫോർണിയയുടെ താഴെ അല്ലെങ്കിൽ അമേരിക്കയുടെ താഴെ മെക്സിക്കോയിൽ വന്നിട്ട് പസഫിക്കിലേക്കാണ് ഈ കൊളറാഡോ റിവറിലത്തെ വെള്ളം ചെന്ന് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ആ നദിയുടെ ഒരു ശക്തിയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഗ്രാൻഡ് കാന്യോൺ. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത വെച്ചാലേ ഈ മണ്ണ് ഭയങ്കര സോഫ്റ്റാ. അപ്പോൾ ഈ കൊളറാഡോ റിവർ ഇങ്ങനെ പ്രകൃതശക്തിയായിട്ട് ഇങ്ങനെ ഒഴുകി വരില്ലേ, ഈ ഒഴുകി വരുമ്പോൾ അപ്പുറത്ത് ഇവിടുന്ന് തട്ടി അവിടെ നിന്ന് മണ്ണെടുത്ത് ഇവിടെ നിന്ന് മണ്ണെടുത്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ മണ്ണെടുത്ത് അത് ചില ഭാഗങ്ങളിൽ മണ്ണെടുത്ത് ചൂഴി ഉണ്ടാക്കി. ആ ചൂഴി പോലെ ആയ സ്ഥലങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ആൻഡിലോ കാന്യോണൊക്കെ പോയി കണ്ടത്. അങ്ങനെയാണ് ഈ 60 ലക്ഷം വർഷം കൊണ്ട് ഓരോരോ രൂപങ്ങളായിട്ടും ഓരോരോ ഷേപ്പുകളായിട്ടും ശരിക്കും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നദിയുടെ പ്രകൃതശക്തിയുടെ ഒപ്പം തന്നെ ഈ കൊളറാഡോ റിവർ എടുത്ത ഈ മണ്ണിന്റെയും അല്ലെങ്കിൽ പാറ കഷ്ണങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ് ശരിക്കും ഈ ഗ്രാൻഡ് കാന്യോൺ. ഈ ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ റിസർച്ചൊക്കെ നടത്താട്ടോ. വേറൊരു വേൾഡ് നിങ്ങൾക്ക് റിസർച്ച് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല മണ്ണായിരിക്കും ഗ്രാൻഡ് കാന്യോൺ മണ്ണെടുത്ത്. ഇത്രയ്ക്കും വർഷത്തെ ചരിത്രമുള്ള മണ്ണായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാനുണ്ടാവും കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ഹെലികോപ്റ്റർ ആണല്ലോ. ഈ യാത്രയുടെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഗ്രാൻഡ് കാന്യോൺ യാത്ര. അതിൽ നമ്മൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചതും എത്രത്തോളം നമ്മൾ സ്വപ്നം കണ്ടതാണെന്നറിയോ. അപ്പോൾ അതും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ പല രീതിയിലും ഗ്രാൻഡ് കാന്യോൺ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗ്രാൻഡ് കാന്യോണിന്റെ സൈഡിൽ നിന്ന് കാണാം, ഹൈക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഗ്രാൻഡ് കാന്യോണിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം ആകാശ ദൃശ്യങ്ങളാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇത്രയ്ക്കും പൈസ മുടക്കിയിട്ട് ഈ ഹെലികോപ്റ്റർ എടുക്കാമെന്ന് വിചാരിച്ചത്. ഹെലികോപ്റ്റർ നമ്മുടെ കോ ട്രാവലേഴ്സ് ആയിട്ട് 2 പേരാണുള്ളത്, ക്യാപ്റ്റൻ അടക്കം 3 പേരുണ്ട്. എൻ്റെ റോൾ ആരും ഇല്ല കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ കൂടെ 2 സഹയാത്രികന്മാരും കൂടിയിട്ട്, പൈലറ്റൊക്കെ വേറെ റേഞ്ച് ആളാട്ടാ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്രാൻഡ് കാന്യോൺ കാണാനായിട്ട് പോവാ. എനിക്കിത് ചെയ്യുമ്പോഴേ ആദ്യം ഓർമ്മ വന്നത് നമ്മൾ വിക്ടോറിയ ഫോൾസിൽ സാംബിയയിൽ വെച്ചിട്ട് ഒരു ഗ്ലൈഡറൊക്കെ എടുത്തിട്ട് വിക്ടോറിയ ഫോൾസിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു നാച്ചുറൽ വണ്ടർ ആയിരുന്നു. അപ്പൊ അതിന്റെ അതേ ഇൻട്രസ്റ്റ് ഈ ഒരു സംഭവത്തിനുണ്ട്. അതിനേക്കാളും കുറച്ച് കൂടിയെങ്കിലും ഉള്ളൂട്ടാ. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് കാന്യോണിന്റെ ആ ഒരു ദൃശ്യ വിരുന്നൊരുക്കാനായിട്ട് നമ്മൾ പോവാണ്. ഒരുപാട് സന്തോഷം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കാനായിട്ട് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും അടക്കമല്ല, എൻ്റെ കൂടെ 2 പേര് എല്ലാവരും എന്നേക്കാൾ ഉപരി വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ആസ്വദിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അങ്ങനെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പതുക്കെ പറന്നുയർന്നു. ഒരുപാട് ചെറു വിമാനങ്ങളൊക്കെ ഈ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹെലികോപ്റ്റർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിസിബിൾ ആണ്, നമുക്ക് നല്ല വിഷ്വലും നമുക്ക് ഇത്തിരി നന്നായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹെലികോപ്റ്റർ സെലക്ട് ചെയ്തിട്ടാ. നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊന്നും അല്ലാതെ നമ്മൾ അതിന് കാത്തിരിക്കാൻ പോണത്, നമ്മൾ വേറൊരു വിഷ്വലിലേക്ക് നമ്മൾ കിടക്കണം. അങ്ങനെ നമ്മൾ പറന്നുയർന്ന് നമ്മൾ ഗ്രാൻഡ് കാന്യോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ് ഈ ചെറിയ കുറ്റിക്കാടിന്റെ മേലെ കൂടെ പറന്നിട്ട് വേണം ഗ്രാൻഡ് കാന്യോണിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഒരു പക്ഷേ എന്നേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരുണ്ടാ. അത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാവരും യാത്ര ചെയ്യണത്. അങ്ങനെ അങ്ങകലെ നമ്മൾ ഗ്രാൻഡ് കാന്യോണിന്റെ ചെറിയ പാടുകളൊക്കെ പതുക്കെ കണ്ടു തുടങ്ങിയിട്ടാ. നമുക്ക് ഹെലികോപ്റ്ററിന്റെ അകത്ത് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് നമുക്ക് ഫുൾ ക്ലാസ് തരുന്നുണ്ട്. നമുക്ക് ശരിക്കും ഗൈഡ് ചെയ്യുന്നത് പൈലറ്റാണ് നമ്മൾ ഗ്രാൻഡ് കാന്യോണിനെ പറ്റി പറയണതും ഈ കാടിനെ പറ്റി പറയണതും ഈ കാട്ടിലെ മൃഗങ്ങളെ പറ്റി പറയണതും ഒക്കെ പൈലറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. വലിയ മൃഗങ്ങളൊന്നുമില്ല, ഈ മാനും അതുപോലത്തെ മൃഗങ്ങൾ മാത്രമാണ് ഈ കാട്ടിലുള്ളൂ. വേറെ വലിയ മൃഗങ്ങളൊന്നും ഇല്ല. നമ്മൾ വിക്ടോറിയ ഫോൾസിലൊക്കെ പോകുമ്പോൾ ആന അല്ലെങ്കിൽ അങ്ങനെ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാട്ടിൽ അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു പിടിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ ഗ്രാൻഡ് കാന്യോൺ പതുക്കെ തെളിഞ്ഞ് വരാം. ആദ്യം ഗ്രാൻഡ് കാന്യോൺ കണ്ടപ്പോഴേ എനിക്ക് തുള്ളി ചാടണം തോന്നിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തുള്ളി ചാടണം തോന്നിയത്
വേറൊരു കാഴ്ചന് ശരിക്കും നമ്മളെ തേടിയിരുന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കേട്ടോ. ഇതിന്റെ മേലേക്ക് സൂര്യനെ പതുക്കെ ഉയർന്നു വരാണല്ലോ, അപ്പൊ അതിന്റെ മേലേക്ക് അടിക്കുന്ന സൂര്യ വെളിച്ചവും ശരിക്കും ഈ ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുന്ന അർത്ഥമാണ്. കാനിയോൺ എന്ന് പറയുന്ന അർത്ഥം മലയെടുക്കുന്നതാണ്. നമ്മള് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയണ പോലെ കൊളറാഡോ റിവറിനെ പറ്റി പറയണം. കൊളറാഡോ റിവർ ഇല്ലെങ്കിൽ ഒരു പക്ഷെ അതൊന്നും ഉണ്ടായി നമുക്ക് കാണാൻ പറ്റുന്ന വരില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, 6 മില്യൺ ചരിത്രമുള്ള ഒരു നാച്ചുറൽ വണ്ടർ, ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷം, മാക്സിമം പോയി 105 വർഷം. 6 മില്യൺ വർഷങ്ങളിലെ ഹിസ്റ്ററി അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി ഉള്ള ഗ്രാൻഡ് കാനിയോണിന്റെ ആ ഒരു ഭീകരത നിങ്ങൾക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാൻഡ് കാനിയോണിന്റെ ആ വലുപ്പത്തിനൊപ്പം തന്നെ ഒരുപാട് മിസ്റ്ററികൾ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതില് മനുഷ്യന്മാര് 1 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആദിമ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ ഗുഹകളൊക്കെ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതില് വളരെ തുച്ഛമായിട്ടുള്ള ഗുഹകളാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനിയും ഗുഹകളുടെ അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റാണ്ടിരിക്കുന്ന ഒരുപാട് ഗുഹകൾ ശരിക്കും ഈ ഗ്രാൻഡ് കാനിയോണിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ആ ഗ്രാൻഡ് കാനിയോണിന്റെ ആ ദൃശ്യവിരുന്ന് അല്ലെങ്കിൽ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിച്ച്, ആ മലയിടുക്കിന്റെ ഭംഗി നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് ആസ്വദിച്ച് പോകുമ്പോൾ ഉള്ള സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടില് പുഴ ഒഴുകണ പോലത്തെ ഒരു ചെറിയൊരു പുഴയായിരുന്നു അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിവർ ആയിരുന്നു ഈ കൊളറാഡോ. ഈ കൊളറാഡോന്റെ ഈ അതിഭീകര ശക്തിയും അല്ലെങ്കിൽ ഭൂമികൾക്കും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെയുള്ള ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ശക്തി കൊണ്ട് മണ്ണിന് എടുത്ത് 6 മില്യൺ വർഷങ്ങൾ കൊണ്ടാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട്, വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കനിയോണായിട്ട് ശരിക്കും ഗ്രാൻഡ് കാനിയോൺ മാറിയത്. മിസ്റ്ററികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതിന്റെ ഭയങ്കര സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. ഞാന് നമ്മുടെ ജിയോഗ്രഫിക്കലായാലും ഹിസ്റ്റോറിക്കലായാലും ഈ ഗ്രാൻഡ് കാനിയോൺ ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നിരുന്നാലുണ്ടല്ലോ ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴില്ലേ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഒരു നമ്മുടെ മനസ്സിലൊരു ബാധ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വലിയ എന്തോ സാധനം നിലത്തേക്ക് ഇറക്കി വെച്ച ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഞാൻ ഈ ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അല്ലെങ്കിൽ നമ്മളൊരു യാത്രികനാന്ന് അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെന്ന് മുതലേ ഒരു ആഗ്രഹമാണ് ഗ്രാൻഡ് കാനിയോൺ. ലോകത്തിലെ ഏറ്റവും വലിയ കാനിയോൺ അല്ലെങ്കിൽ കാണാമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം നമ്മൾ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ നിന്ന് കാണാം. നമ്മുടെ അടിയിൽ വലിയ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ആ ഒരു മൊമെന്റാണ് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യിപ്പിച്ചത്. നമ്മൾ ഭൂമിയിൽ ഇനിയും എന്തോരം സ്വപ്നങ്ങളും എന്തോരം കാഴ്ചകളും നമ്മൾ തേടിയിരിക്കണമെന്ന് അറിയാൻ പറ്റും. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ വേൾഡ് വണ്ടർ ആയിട്ടുള്ള ഇഗ്വാസ് വാട്ടർഫോള് നമ്മൾ ബ്രസീലിൽ പോയി കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തോരം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പൊ കഴിഞ്ഞു, ഒരുവിധമൊക്കെ വേൾഡ് വണ്ടർ കഴിഞ്ഞു നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഓരോ തവണ ഓരോ പുതിയ പുതിയ വണ്ടേഴ്സ് കാണുന്നുണ്ടല്ലോ, നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പ്രത്യേക ഒരു സന്തോഷം തന്നെ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ അടിയിൽ എന്തായാലും കമന്റ് ചെയ്തോട്ടാ. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഞാനൊരു എന്താ നിങ്ങൾക്ക് കാണാം, ഞാനിതിന് കുറെ വർണ്ണിക്കുക കുറെ ഹിസ്റ്ററി പറഞ്ഞേക്കാൾ ഉപരി ഉണ്ടല്ലോ ഇതിന്റെ ആ ഒരു മനോവികാരം. നമ്മൾ ആ ഗ്രാൻഡ് കാനിയോൺ അവിടെ മേലെ നിന്ന് കണ്ട ആ മനോവികാരം, അതാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിന് എത്ര ചരിത്രം ഉണ്ടെങ്കിലും എത്ര കൊളറാഡോ റിവർ ആണെങ്കിലും അറ്റ് ലാസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ, ആ ലോകാത്ഭുതം കണ്ടതിന്റെ സന്തോഷം അതെനിക്ക് ശരിക്കും കിട്ടി. എന്തായാലും കൊളറാഡോ റിവറിന് നമ്മൾ നന്ദി പറഞ്ഞേ പറ്റൂ. കൊളറാഡോ റിവർ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഗ്രാൻഡ് കാനിയോൺ ഇല്ല. അപ്പോൾ ഒരു പക്ഷേ എന്നല്ല, ഗ്രാൻഡ് കാനിയോൺ ഉണ്ടാവില്ല. അപ്പോൾ കൊളറാഡോ റിവറിന്റെ ആ ഭംഗിയും ഗ്രാൻഡ് കാനിയോണിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരണം. അതൊരു പ്രകൃതിയുടെ ശക്തിയാണ്. ആ ശക്തി അല്ലെങ്കിൽ ആ ഒരു വണ്ടർ, ഒരു നാച്ചുറൽ വണ്ടർ, അടുത്തൊരു നാച്ചുറൽ വണ്ടർ നമ്മുടെ ഫാമിലിയിലേക്ക് എത്തിക്കാൻ പറ്റേണ്ട എല്ലാ സന്തോഷം എനിക്കുണ്ടായിരുന്നു. നിങ്ങളത് എത്രത്തോളം എൻജോയ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാവുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക്, എന്നേക്കാൾ ഉപരി നിങ്ങളെയും കൂടിയും അല്ലെങ്കിൽ എല്ലാവരും കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ശരിക്കും ഞാൻ ഒരു ഹെലികോപ്റ്റർ റൈഡ് എടുത്ത്. അതെനിക്ക് വെർത്തായി. അത് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യണം. നിങ്ങൾ ഗ്രാൻഡ് കാനിയോൺ വരികയാണെങ്കിൽ എന്തായാലും ഹെലികോപ്റ്റർ റൈഡ് എടുത്തേ പറ്റൂ. അത് വേറൊരു ലെവൽ കാഴ്ചയാണ്, അതൊരു വേറൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ റൈഡാണ് നമ്മൾ ചൂസ് ചെയ്യണം. രാവിലത്തെ റൈഡിന് പ്രത്യേക ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ആ സൺലൈറ്റ് കയറി വരുമ്പോൾ ഗ്രാൻഡ് കാനിയോൺ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. സാംബിയയിൽ നമുക്ക് സാംബേസ് റിവറാണ് വിക്ടോറിയ ഫോൾസ് എന്ന അത്ഭുതം തന്നെങ്കിൽ ഇവിടെ കൊളറാഡോ റിവറിന് ഗ്രാൻഡ് കാനിയോൺ എന്ന് പറഞ്ഞിട്ട് അത്ഭുതം തന്നത്. അപ്പൊ എല്ലാത്തിനും റിവർ ടച്ചിങ് ആണ്. അതുകൊണ്ടായിരിക്കണം ഇത്രയധികം ചെടികളും ഇത്രയധികം മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നത്. ഈ ഒരു വണ്ടർ നമ്മുടെ അടുത്തേക്ക് എത്താറായോട് കൂടിയിട്ട് ഇവിടുത്തെ ഗ്രീനറി, ഇവിടുത്തെ പ്രകൃതി എല്ലാം മാറി. ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഗ്രാൻഡ് കാനിയോൺ എനിക്ക് തന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത്രയും വലിയൊരു കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകാരാണ്. അങ്ങനെ നമ്മൾ തിരിച്ച്
നമ്മുടെ എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മുമ്പിലിരുന്ന ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്ത് അവരുടെ ഒരു സ്വപ്നം തീർത്തു, അല്ലെങ്കിൽ അവരുടെ ഒരു മിഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഫിനിഷ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുമ്പിലിരിക്കുന്ന ചേട്ടനും ചേച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു. അവരത് സന്തോഷം പങ്കുവെച്ചു. പൈലറ്റിനോടൊക്കെ താങ്ക് യു പറഞ്ഞു, ഞാനും താങ്ക് യു പറഞ്ഞു. ഒരു വേറൊരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും അവിടെ ഞങ്ങളെല്ലാവരും ഫീൽ ചെയ്തത്. അത് എടുത്തു പറയാത്ത തന്നെയാണ്. അതിന് എനിക്ക് നിങ്ങളോട് അത് പറയാതിരിക്കാൻ വയ്യ. ഗ്രാൻഡ് കാന്യോൺ എന്നുള്ളൊരു മാസ്മരിക ലോകം ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ചരിത്രാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫി താല്പര്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് കാന്യോൺ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഏത് ലോകത്ത് ഏത് സ്ഥലം വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്തോ, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഗ്രാൻഡ് കാന്യോൺ. അതെനിക്ക് ഇന്നും നാളെയും മറ്റന്നാൾ അതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയോട് കൂടിയിട്ട് പറന്നിറങ്ങി. എന്റെ പൊന്നോ, ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ചോദിക്കാറില്ലേ? ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കട്ടാ. വേറെ ലെവല് വിഷ്വൽസ് ആണ് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് നല്ല തീരുമാനമായിരുന്നു ഹെലികോപ്റ്റർ റൈഡ് തിരഞ്ഞെടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും നല്ല വിഷ്വൽസ് ഇതിന് മേലെ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണുണ്ട് കണ്ടിട്ട്. എന്തായാലും ഓരോ ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടാ. എനിക്ക് നിങ്ങളോട് നന്ദി പറയണത്. എന്നെ ഇവിടെ വരെ എത്തിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, എൻ്റെ കുടുംബക്കാർക്കും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഞാനൊരു പ്രത്യേക നന്ദി പറയാടാ. ഇതൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റിയില്ലേ, അതിനെന്നെ ഏറ്റവും ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഭൂമിയിലത്തെ കാഴ്ചകൾ കണ്ടില്ലേ? അപ്പോൾ ഇതും എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ അടിപൊളിയായി. നമ്മളപ്പോൾ ഈ കപ്പിത്താൻ എടുത്തിട്ട് നമ്മൾ ഫിനിക്സിലേക്ക് യാത്ര തിരിക്കണം. നമ്മളവിടെ അലക്സാട്ടനും ലൂക്കാട്ടനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ അടുത്ത ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ടീം ട്രാവലിസ്റ്റ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഇന്നത്തെ എപ്പിസോഡ് ഗ്രാൻഡ് കാന്യോൺ എപ്പിസോഡാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പൊട്ടയാണെങ്കിൽ നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റാ.